ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേയ്സ്. അപ്പോൾ നമ്മൾ രണ്ടാളും ഇന്ന് ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കും. നമ്മളിതേ നേരെ എങ്ങോട്ട് പോകുന്നത്, ആദ്യം പോകുന്നത് എങ്ങോട്ടാ, ചായയൊക്കെ ആയിട്ട് പണിക്കാർക്ക് ചായ കൊടുക്കാനുണ്ട്. അപ്പോൾ പണിക്കാർക്ക് ചായ കൊടുക്കാൻ വേണ്ടി പുതിയ വീട്ടിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ അവിടെ തേച്ചിട്ട സ്ഥലത്ത് ഇന്ന് മഴയൊന്നും കിട്ടിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തേച്ചിട്ട സ്ഥലത്ത് വെള്ളം ഒഴിക്കണമല്ലോ നമ്മൾ. അപ്പോൾ വെള്ളം കൂടി ഒഴിക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ നമുക്ക് നെല്ലായിലേക്ക് പോകണമല്ലേ. നെല്ലായിലേക്ക് എന്തിനാണ് ചക്കരയെ പോകുന്നത്? ഡോക്ടറെ കാണാം. അപ്പോൾ ചക്കര ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ കാണാനുള്ള ഡേറ്റ് ഇന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഒരു 6 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ടൈമിൽ പോയിട്ട് നമുക്ക് അതിന് മുന്നേറ്റ് ഡോക്ടറെ ഒന്ന് കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാപ്പോടെ ഒറ്റയ്ക്കല്ലേ, വാപ്പാക്ക് ഇവിടെ ചായ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വാപ്പാനോട് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂറത്തെ പരിപാടി എത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂറത്തെ പരിപാടി. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് പോയി വരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അവിടെ തിരക്കുണ്ടാവില്ല. വൈകുന്നേരം സമയമായപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞ് പേര് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ലേറ്റ് ആവണ്ട, നമുക്ക് പോയിട്ട് പണിക്കാർക്ക് ചായ കൊടുത്തു വരാം. ബാ. അങ്ങനെ നമ്മളിവിടെ എത്തി, ചായയൊക്കെ കൊടുത്തു, മുകളിൽ വെള്ളമൊക്കെ ഒഴിച്ചു. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകല്ലേ. ഇനിയിപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും. അവിടെ ഒന്നും ഇപ്പോൾ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുകിൽ മഴ കിട്ടണം, അല്ലെങ്കിൽ നമ്മളൊന്ന് വെള്ളം ഒഴിക്കണം. അപ്പോൾ മഴയില്ലാത്ത കാരണം കൊണ്ട് ഏതായാലും വന്ന് 2 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ അവിടേക്കാണ് ഇന്നലെ മെയിനായിട്ട് തേച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ പോവല്ലേ. ബാ, നടന്നു. തിരക്കുണ്ടാവില്ലായിരിക്കും അല്ലേ അവിടെ. വേഗം കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ പോയിട്ട് വരാം. വാപ്പായോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. തിരക്ക് ഉണ്ടാവില്ല, ഈ ഒരു സമയമല്ലേ. ഡോക്ടർ ഇപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്ന ടൈമാവും. ഏതായാലും പോയി നോക്കാം. ബാ, കയറിക്കോ. അങ്ങനെ ഇവിടെ ഹോമിയോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. തിരക്കുണ്ടല്ലോ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു, ഗുളിക മരുന്ന് കിട്ടി, ഇറങ്ങല്ലേ. വന്നപ്പോൾ നല്ല AC ആയിരുന്നല്ലേ. പുറത്തിറങ്ങിയപ്പോൾ ചൂട്. മഴ കിട്ടാത്തത് കൊണ്ട് പിന്നെ അതെ. പിന്നെ നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കുണ്ടാവും ഇപ്പോഴൊന്നും പോലും അടക്കൂലെന്നാണ് വിചാരിച്ചത്. ഏതായാലും 6:30 മണിയായപ്പോൾ 6 മണിക്ക് മുന്നേ ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എന്താ ചക്കരെ, വാപ്പാനെ അവിടെ അപ്പുറത്ത് പറഞ്ഞിട്ടില്ലേ ഒന്ന്? ഒന്ന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ ഗ്ലൂക്കോസ് കയറ്റിയത്
ഛർദി നിന്നിക്കണല്ലേ? ആ, ഛർദി അത്യാവശ്യം നിന്നിക്കണോ ഏതായാലും. അത് വെച്ചത് കാര്യമായിട്ട്, കാരണം ഛർദി നിൽക്കുമ്പോൾ ഈ ക്ഷീണവും മാറും. പിന്നെ ഇപ്പൊ നാളെയൊക്കെ ആയിട്ട് യാത്ര ഉണ്ടാവണല്ലേ? എങ്ങോട്ടോ നമുക്ക് നോക്കി കോണിപ്പടികൾ എത്ര ആൾക്ക് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കേറാൻ കൂടി വയ്യാത്ത ആളെ എങ്ങനെ അവിടെ കയറ്റാന്ന് അറിയുന്നത്. അപ്പൊ ഏതായാലും നമുക്ക് ഇഷ്ടം നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴേ പിന്നെ ഇവിടെ കടയിൽ ഫുഡ് വാങ്ങാൻ കയറിയിരിക്കുകയാണ്. രാത്രിയിലത്തേക്കുള്ള ഫുഡ് എന്തെങ്കിലും ലൈറ്റായിട്ട് വാങ്ങാൻ കയറിയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ പിന്നെ ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു. പിന്നെ ബീഫ് ചില്ലി ഓർഡർ ചെയ്തിട്ട് അത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രിയിലത്തേക്ക് എന്തായാലും ലൈറ്റായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടതാ നമ്മുടെ ഗീ റോസ്റ്റൊക്കെ അവിടെ കല്ലിൽ ഇങ്ങനെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ചോറ് കുറച്ചുണ്ട് വീട്ടിൽ, കുറച്ച് ചോറുള്ളൂ. അപ്പോൾ ഏതായാലും ഗീ റോസ്റ്റ് കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടും കൂടി കഴിക്കാമല്ലോ. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോകണം. തിരിച്ചു വരുമ്പോഴേ നമ്മളങ്ങനെ മാർക്കറ്റിൽ കയറി. അപ്പോൾ മാർക്കറ്റിൽ കയറി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ വാങ്ങാൻ, അതായത് മാന്തൾ ഉണക്കമീൻ വാങ്ങാനായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശരിക്കും മാന്തൾ ഉണക്കമീൻ കിട്ടലില്ല. ബാക്കിയുള്ള ഉണക്കമീൻ ഒക്കെ കിട്ടലുണ്ട്. ഇപ്പോൾ ചെമ്മീനായാലും നത്തോലി ആയാലും ഇപ്പൊക്കെ ചൂര വാള ഒക്കെ കിട്ടലുണ്ട്. പക്ഷേ മാന്തൾ ഉണക്കമീൻ നമ്മളെ ഭാഗത്ത് കിട്ടത്തില്ല. അപ്പോൾ ഉമ്മാക്ക് അന്ന് ഇവിടെ വന്നപ്പോൾ ഇവർ മാന്തൾ ഉണക്കമീനൊക്കെ വെച്ച് കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഉമ്മാക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് വരുന്ന നേരം, അതായത് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് ചെല്ലുന്ന നേരം ഇവിടെ നിന്ന് കുറച്ച് മാന്തൾ ഉണക്കമീൻ കിട്ടുമെങ്കിൽ വാങ്ങിയിട്ട് ചെല്ലാനും. അപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മ വന്നപ്പോൾ അത് വാങ്ങാൻ കയറിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് പോകുമല്ലേ, അപ്പോൾ അതുകൂടി കൊണ്ടുപോകല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങാൻ കയറിയതാണ്. ഇവിടെ എല്ലാ ടൈപ്പ് മീനുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടൈപ്പൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും. അപ്പോൾ ഈ ഒരു മീൻ മാത്രമാണ് നമ്മുടെ ആ ഏരിയയിലോട്ട് കിട്ടാത്തത്. അത് ഉണക്കമീനും പച്ചമീനും നമ്മളത് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് അധികം കിട്ടലില്ല. ഏതായാലും നമ്മളിനി നമ്മുടെ ഏരിയയിലായതുകൊണ്ടാണെന്ന് അറിയില്ല. എന്നാലും നമ്മുടെ കൊല്ലത്തുള്ള ആൾക്കാരൊക്കെ അവരുടെ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സാധനം, ഈ ഒരു ചിപ്സ്, ഇവിടെ ഞങ്ങൾ പൂളത്തിൽ നിന്നൊക്കെയല്ലേ പറയണത്, നമ്മുടെ ആ ഒരു കപ്പ കൊണ്ടുണ്ടാക്കിയ ഈ ഒരു ചിപ്സ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വരുന്ന നേരം മിക്കുള്ള ദിവസവും ഇവിടെ ഷോപ്പിൽ നിന്ന് സാധനം പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ലൂസായിട്ട് ഇങ്ങനെ വിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ അവർ പിന്നെ എരിവൊക്കെ ചേർത്ത് തരുന്ന ഒരു സാധനം, അങ്ങനെ അതും വാങ്ങി കണ്ടേരും. അങ്ങനെ നമ്മൾ ഫുഡും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നേരെ ഇരട്ടിയിട്ടൊന്നുമില്ല, ഇരട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വിചാരിച്ചേക്കാൾ നേരത്തെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് മടങ്ങാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇന്നിറങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വൈകുന്നേരത്തെ പിന്നെ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന വഴിക്ക് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി, ഫുഡെല്ലാം വാങ്ങി, ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, ഇന്നിറങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.